ഈ ദിക്റ് ചൊല്ലിയതാവുകൊണ്ട്, ഈ സ്വലാത്ത് ചൊല്ലിയതാവുകൊണ്ട്, മഹാന്മാരെ മദ്ഹ് പാടി പറഞ്ഞതാവുകൊണ്ട് നല്ലത് മാത്രം സംസാരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നാവ് കൊണ്ട് നല്ലത് മാത്രം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മുഅ്മിനായ മനുഷ്യന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. കണ്ടതും കേട്ടതൊക്കെ വിളിച്ചു പറഞ്ഞു മറ്റുള്ളവരെ നിസാരപ്പെടുത്തി, മറ്റുള്ളവരെ വഷളാക്കി, ആരെയും കുറവാക്കുന്ന സംസാരങ്ങൾ സംസാരിക്കരുത്. എല്ലാവർക്കും അഭിമാനമുണ്ട്. ആരുടെയും അഭിമാനത്തെ നമ്മൾ പിച്ച് ചീന്തി കളയാൻ പാടില്ല. അല്ലാഹുവിന് വലിയ വെറുപ്പുള്ള കാര്യമാണ് കണ്ടതും കേട്ടതൊക്കെ പറഞ്ഞു നടക്കല്. കണ്ടതും കേട്ടതുമൊക്കെ പറഞ്ഞു നടക്കല് അല്ലാഹ്ക്ക് തീരെ ഇഷ്ടമില്ല. മഹാന്മാര് പറയുകയാണ്, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് കണ്ടതും കേട്ടതും പറഞ്ഞു നടക്കല്. അത് എല്ലാവരെയും നിസാരപ്പെടുത്തുന്ന സ്വഭാവം. കണ്ടതും കേട്ടതൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി, മറ്റുള്ളവരുടെ അഭിമാനം പിച്ചേന്തി, മറ്റുള്ളവരെ വഷളാക്കി പ്രയാസപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ജീവിതം അത് അല്ലാഹു ഇഷ്ടപ്പെടൂല, അല്ലാഹു പൊറുക്കൂല. നീ നിങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവ കണ്ടതും കേട്ടതും ഒക്കെ വിളിച്ചു പറഞ്ഞു മറ്റുള്ളവരുടെ അഭിമാനത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും സ്വലാത്ത് ചൊല്ലി. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അതുപോലെ അല്ലാഹുവിന് വലിയ ഉറപ്പുള്ള സ്വഭാവമാണ് കസറത്തു സുആൽ. ധാരാളം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാർ. നമ്മൾ പറയാറില്ല, ചില ആൾക്കാർ ചോദിച്ച് വെറുപ്പിക്കാൻ, അങ്ങനെ വൈത്തല കൂടി ചോദിച്ച് ചോദിച്ച് വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം. അധികമായി ചോദിച്ച് ബുദ്ധിമുട്ടാക്കുന്നവർ, ആ സ്വഭാവം അല്ലാഹുവിന് ഇഷ്ടമല്ല. നമ്മൾ ഒരാളൊരു വഴിയിൽ ഇങ്ങനെ വരുന്ന കണ്ടു, അയാളോട് നമ്മൾ ചോദിക്കുകയാണ്, സലാം പറഞ്ഞു, വിശേഷങ്ങൾ അന്വേഷിക്കാൻ. എവിടുന്നാ വരുന്ന, എന്തിനാ പോയത്, അവിടെ എന്താ കാര്യം, ഇങ്ങനെ തുടങ്ങി. ഒരുപക്ഷെ അയാൾക്ക് പറയാൻ താല്പര്യം ഉണ്ടാവില്ല, എങ്ങനെ പോയതെന്നും അവിടേക്ക് എന്താവശ്യത്തിനാ പോയത് എന്നും അവിടെ എന്തൊക്കെ ചെയ്തത് എന്നും നമ്മളോട് പറയാൻ താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ പോലും നമ്മൾ അതറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടാക്കാം. പാടില്ല, അത് പാടില്ല. അത് ചില ആൾക്കാർക്ക് അതൊരു രസമാണ്. അറിയാൻ പാടില്ലാത്ത കാര്യം എങ്ങനെയെങ്കിലും ചൂന്നിറങ്ങി അന്വേഷിച്ച് അറിയണം എന്ന് നിൽക്കുന്ന ചോദിച്ചോണ്ടേയിരിക്കും. അത് പാടില്ല. അതാണ് മഹാന്മാര് പറഞ്ഞത്, കസറത്തു സുആൽ, ധാരാളമായി ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന സ്വഭാവം അത് അല്ലാഹുവിന് വലിയ വെറുപ്പാണ്. മറ്റൊരു സ്വഭാവം ഇളാഅത്തുൽ മാൽ, ഇളാഅത്തുൽ മാൽ, സമ്പത്ത് അമിതമായി സമ്പത്ത് വേസ്റ്റ് ആക്കുക, സമ്പത്ത് നഷ്ടപ്പെടുത്തുക, സമ്പത്തിനെ വില കൽപ്പിക്കാതിരിക്കുക, അത് അല്ലാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത, അതോടൊപ്പം വലിയ വെറുപ്പുള്ള കാര്യമാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. സമ്പത്ത് ചെലവാക്കുന്നിടത്തൊന്നും ഒരു ശ്രദ്ധയില്ലാതിരിക്കുക,
അങ്ങനെ വാരി വലിച്ച് ചെലവാക്കാൻ. സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല, അത് നാശാക്കി കളയാണ്. ആർഭാടവും ധൂർത്തുമാ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇതൊക്കെ അല്ലാഹുവിന് വലിയ വെറുപ്പുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെയാ പറഞ്ഞത്? ഒന്ന് പറയും, ലൈവിലുള്ള ഉമ്മമാര് ബാപ്പന്മാരൊക്കെ ഒന്ന് പറയും. ഇൻഷാ അല്ലാഹ് ഏതൊക്കെ കാര്യങ്ങളെ പറഞ്ഞ അല്ലാഹുക്ക് വലിയ വെറുപ്പുള്ള കാര്യങ്ങളായിട്ടുണ്ടത്? ഒന്ന് ഖീല വഖാൽ എന്ന് പറഞ്ഞാൽ കണ്ടതും കേട്ടതും പറയൽ. രണ്ട് കസറത്തു സുആൽ, ധാരാളമായി ചോദിച്ച് ബുദ്ധിമുട്ടാക്കൽ. മൂന്നാമതായി ഇളാഅത്തുൽ മാൽ, സമ്പത്ത് നശിപ്പിച്ചു കളയൽ, സമ്പത്ത് പാഴാക്കൽ. ഈ മൂന്ന് കാര്യവും അല്ലാഹുവിന് വലിയ വെറുപ്പുള്ള കാര്യമാണ്. മാത്രമല്ല ഇത് നമ്മുടെ ഖബർ ജീവിതം സന്തോഷകരമാകുന്നതിന് തടസ്സമാകും. നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്തി കളയും. അല്ലാഹ് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. മഹാനായ സരീസ് ബിൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നമ്മൾ കിടക്കാനുള്ള 6 അടി മണ്ണാകുന്ന ഖബറുണ്ടല്ലോ, ഈമാനുള്ള ഉമ്മ എപ്പോഴാണ് മരണമെന്നറിയോ? എപ്പോഴാണ് നമ്മുടെ മരണമെന്നറിയോ? അതേ സരീസ് ബിൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നമ്മൾ കിടക്കാനുള്ള 6 അടി മണ്ണാകുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിനെ നിങ്ങളൊരു ഭണ്ഡാരമായി സങ്കൽപ്പിക്കണോ? ആ ഖബറിനെ നമ്മളൊരു ഭണ്ഡാരമായി നമ്മൾ സങ്കല്പിക്കണം. ഒരു ഭണ്ഡാരം, ഭണ്ഡാരത്തിൽ നമ്മളിങ്ങനെ പൈസ ഇട്ടേക്കും അല്ലെ, 10, 20, 100 ഉറുപ്പ്യൊക്കെ ഓരോ ദിവസം ഇങ്ങനെ 100ന്റെ നോട്ട് അല്ലെങ്കിൽ 10ന്റെ നോട്ട് 20ന്റെ നോട്ട് ഇങ്ങനെ ഇട്ട് വെക്കും. പറയാണ്, നിങ്ങൾ കിടക്കാനുള്ള 6 അടി മണ്ണാകുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിനെ നിങ്ങളൊരു ഭണ്ഡാരമായി നിങ്ങൾ സങ്കല്പിക്കണം. ആ ഖബറിനെ നിങ്ങളൊരു ഭണ്ഡാരമായി സങ്കല്പിക്കണോ? എന്നിട്ട് ആ ഭണ്ഡാരത്തിലേക്ക് നിങ്ങൾ നല്ല നല്ല പൈസകൾ ഇടണം. എന്ന് പറഞ്ഞാൽ ഖബറാകുന്ന ഭണ്ഡാരം നിറയണമെങ്കിൽ നിങ്ങൾ നല്ല നല്ല സ്വാലിഹായ അമലുകൾ ചെയ്യണം, നിസ്കരിക്കണം, നോമ്പനുഷ്ഠിക്കണം, സ്വതക്ക കൊടുക്കണം. അങ്ങനെ നല്ല നല്ല അമലുകൾ ചെയ്ത് ആ ഭണ്ഡാരം നിങ്ങൾ നിറക്കണോ? ഒരു വിശ്വാസിയെ കാണുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയണോ? അപ്പൊ 10 രൂപയിട്ടു. അതെ, ഇനി അവിടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നുകൂടി കൂട്ടി പറഞ്ഞാൽ അത് 20 രൂപയായി. ഒരു ഉദാഹരണം പറയാണ്, ഇനി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ അത് 30 രൂപയായി. അങ്ങനെ നല്ല കാര്യങ്ങൾ കൂടുതലായി ചെയ്ത് ഖബർ എന്ന് പറയുന്ന ഭണ്ഡാരം നിങ്ങൾ നിറക്കണം. അതേ, നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ആളുണ്ടാകുമ്പോ ആ പാവപ്പെട്ട മനുഷ്യന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അയാളെ സഹായിക്കണം. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത ആള്, അയാൾക്ക് മരുന്ന് വാങ്ങാനുള്ള സമ്പത്തുണ്ടാക്കി കൊടുത്തവരോട് സഹകരിക്കണം. അപ്പൊ നമ്മുടെ ഖബറാകുന്ന ഭണ്ഡാരത്തിൽ 100ന്റെ നോട്ടുകളും 500ന്റെ നോട്ടുകളെ കൊണ്ടും നിറയുകയാണ്. പാവപ്പെട്ട ഒരു കുട്ടിയുടെ കല്യാണം വരുമ്പോ ആ കല്യാണത്തിലേക്ക് നല്ലതുപോലെ നമ്മൾ സഹായിക്കുകയാണ്. നമ്മുടെ ഖബറാകുന്ന ഭണ്ഡാരം 500ന്റെ നോട്ടുകളെ കൊണ്ട്, അതുപോലെ തന്നെ നല്ല നല്ല സമ്പത്ത് കൊണ്ട് ഖബറാകുന്ന നമ്മുടെ ഭണ്ഡാരം നിറയുകയാണ്. ഇനി നമ്മൾ ഭണ്ഡാരം പൈസ ഇട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഭണ്ഡാരത്തിന്റെ പ്രത്യേകത എന്താ? ആ ഭണ്ഡാരം ഇങ്ങനെ പൊട്ടിക്കുമ്പോ കുറെ പൈസ ഇങ്ങനെ കാണുമ്പോ ഒരു സന്തോഷമാണ്. എന്നതുപോലെ തങ്ങൾ പറയാണ്, ആ ഖബറാകുന്ന ഭണ്ഡാരം നീ മരിച്ചു കഴിഞ്ഞാൽ ആ ഭണ്ഡാരം തുറന്നു നോക്കുന്ന സമയത്ത് ഒരുപാട് പൈസ കാണണം. ആ പൈസ ഏത് പൈസയാണ്? ആ പൈസ നിന്നോട് പറയും, അന അമലുക സ്വാലിഹ്, ഞാനാണ് നിങ്ങൾ ചെയ്തു പോയ സൽക്കർമ്മങ്ങള്. നിങ്ങൾ നിസ്കരിച്ച നോമ്പ്, നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം, നിങ്ങൾ അനുഷ്ഠിച്ച നോമ്പ്, നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിച്ചത്, നിങ്ങൾ സദഖ കൊടുത്തത്, നിങ്ങൾ ഹജ്ജ് ചെയ്തത്, നിങ്ങൾ ഉംറ ചെയ്തത്,
ഇങ്ങനെ നിങ്ങൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അന അമലുക സ്വാലിഹ്, നിങ്ങൾ ചെയ്ത നല്ല നല്ല സൽക്കർമ്മങ്ങളാണ് ഞാൻ എന്ന് ആ ഖബറിൽ ചൊല്ലുമ്പോ, ഖബറാകുന്ന ഭണ്ഡാരം തുറക്കുന്ന സമയത്ത് നിന്റെ സ്വാലിഹായ അമലുകൾ നിനക്ക് കാണാൻ കഴിയുമെന്ന് മഹാനായ സരീസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹ് നീ നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഭണ്ഡാരാണ് നടക്കേണ്ടത്. വീട്ടിൽ ഭണ്ഡാരമുള്ളവരുണ്ട് ഉണ്ടാവും, അധികം ആൾക്കാർക്ക് ഉണ്ടാവില്ല. ചെറിയൊരു ഭണ്ഡാരം, അതിലിങ്ങനെ പൈസ ഒക്കെ സൂക്ഷിച്ച് വെക്കുന്നവരേക്കും അധികം. ഉമ്മമാർക്കൊക്കെ ഉണ്ടാവും. ചിലപ്പോ കടുകിന്റെ പാത്രത്തിലായിരിക്കും ചിലരിട്ടേക്ക, ചിലർ ജീരകത്തിന്റെ പാത്രത്തിലായിരിക്കും ഇട്ടുവെക്ക, ചിലർക്ക് അതിലായിട്ടൊരു ഭണ്ഡാരം തന്നെ ഉണ്ടാവും. അല്ലേ? അൽഹംദുലില്ലാഹ്. എന്നതുപോലെ ഖബറാകുന്ന ലോകത്ത് തങ്ങൾ പറയാണ്, ഖബറിനെ നീ ഒരു ഭണ്ഡാരം പോലെ സങ്കല്പിക്കണം. ആ ഭണ്ഡാരത്തിലേക്ക് പൈസ എങ്ങനെ ഇടണം? എന്ത് പൈസ? നിസ്കാരം, നോമ്പ്, സക്കാത്ത്, സ്വതക്ക, പാവങ്ങളെ സഹായിക്ക, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ആ ഭണ്ഡാരം ഇങ്ങനെ നിറക്കണം. അവസാനം ഖബറിൽ ചെല്ലുന്ന സമയത്ത് ആ ഭണ്ഡാരം പൊട്ടിക്കുമ്പോ ആ ഭണ്ഡാരത്തിൽ നീട്ടുവെച്ച ഓരോ സൽക്കർമ്മങ്ങളുണ്ടല്ലോ, ആ സൽക്കർമ്മങ്ങൾ നിനക്ക് തുണയാകുമെന്ന് മഹാനരായ സരീസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖബർ വല്ലാത്ത ലോകമാണ് പ്രിയമുള്ളവരെ. മഹാനരായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖബർ ജീവിതം സന്തോഷത്തിലാവാൻ, ഖബർ പ്രകാശിക്കാൻ ചില മരുന്നുകൾ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് തവസ്സുൽ ജല്ലത്തിലേക്ക് കടക്കാം, ഫർദുൽ ലത്തീഫിലേക്ക് കടക്കാം. അല്ലേ? ഇൻഷാ അല്ലാഹ് നോക്കി ഖബർ പ്രകാശിക്കാൻ മുത്തുനബി തങ്ങൾ ഒന്നാമതായി പറയുന്നു, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണോ. ഇനി മഗ്രിബ് ഇശാഇന്റെ ഓതാൻ കഴിഞ്ഞില്ലാന്നിരിക്കാം, ഉറങ്ങുന്നതിന്റെ മുമ്പ് ഓതിയാൽ മതി. പ്രിയമുള്ളവരെ, ഇനി തീരെ അന്ന് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ പിറ്റേന്ന് ഓതണം. ഏതായാലും മുത്തുനബി തങ്ങൾ പറയാണ്, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. സൂറത്തുൽ മുൽക്ക് ഓതാതെ മുത്തുനബി ഉറങ്ങിയിട്ടില്ല. മുത്തുനബി തബാറക സൂറത്ത് ഓതാതെ ഉറങ്ങാറില്ല. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള സൂറത്തുൽ മുൽക്ക്, ആ സൂറത്തുൽ മുൽക്ക് ഓതാതെ മുത്തുനബി ഉറങ്ങാറില്ല. സൂറത്തുൽ മുൽക്ക് സ്ഥിരമായി രാത്രിയിൽ ഓതിയാൽ ഖബറിൽ നിന്നുള്ള അദാബുകൾക്ക് അത് രക്ഷയാണ്. ഖബറിൽ ശിക്ഷ അനുഭവിക്കൂല. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവരെ, രണ്ടാമത് മുത്തുനബി തങ്ങൾ പറയാണ്, ഭണ്ഡാരം അതെന്താന്ന് അറിയില്ല ഉസ്താദ്. ഭണ്ഡാരം പല നാട്ടിലും അതിന് പലതാ പറയാ. ചിലര് ചെറിയൊരു പൈസ ഇട്ട് വെക്കാൻ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, ആ പാത്രം ചെറിയ കുട്ടികൾക്കൊക്കെ ചിലർക്ക് ഉണ്ടാവും. പൈസ ഇട്ട് വെക്കുന്ന നമ്മള് നേർച്ചപ്പെട്ടിക്ക് പോലെ വീട്ടിലൊരു പെട്ടി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു പാത്രം, അതിലിങ്ങനെ പൈസ ഇട്ട് സൂക്ഷിച്ചു വെക്കാൻ, അതിനാണ് ഈ ഭണ്ഡാരം എന്ന് പറയുന്നത്. രണ്ടാമത് ലൈവ് ചാറ്റിൽ കണ്ടപ്പോ പറഞ്ഞു, രണ്ടാമത് ഖബർ രക്ഷപ്പെടാൻ രണ്ടാമത്തെ മാർഗമാണ് യാസീൻ സൂറത്ത് ഓതുക എന്നുള്ളത്. യാസീൻ സൂറത്ത് ഓതിയാൽ, ഒരു തവണ യാസീൻ ഓതിയാൽ 10 ഖത്മ് തീർത്ത കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മാത്രല്ല യാസീൻ ലിമാ ഖുരിഅ ലഹു, യാസീൻ എന്ത് ഉദ്ദേശം വെച്ച് ഓതിയോ ആ ഉദ്ദേശം നിറവേറിക്കിട്ടും. യാസീൻ ഒരു തവണ ഓതിയാൽ 10 തവണ ഖത്മ് ഓതിയ കൂലി, ഖുർആൻ മൊത്തം ഓതിയ കൂലി.
ഇത് നമ്മൾ യാസീൻ സ്ഥിരമായി ഓതണം. നമ്മുടെ ഖബർ രക്ഷപ്പെടാനുള്ള മരുന്നാണ്. മാത്രമല്ല സ്വതക്ക നല്ലോണം കൊടുക്കണം, നല്ലോണം സ്വതക്ക കൊടുക്കണം, പാവങ്ങളെ സഹായിക്കണം, ദീനിന്റെ വിഷയങ്ങൾ ദീനിന്റെ സ്ഥാപനങ്ങളൊക്കെ സഹായിക്കണം. മുത്തനബി തങ്ങൾ പറയാണ് സ്വതക്ക എന്നുള്ളത് നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാവാനുള്ള ഏറ്റവും നല്ല മരുന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ ഞങ്ങൾ കിടക്കാനുള്ള ഖബർ സന്തോഷിപ്പിക്കണേ അല്ലാഹ്.